നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പം സബ്ജക്റ്റ് വരുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങളിപ്പം എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 70 മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്ക് തിയറി പേപ്പറിന് വരുന്നതെന്ന് അറിയാം. അതിൽ നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് വരുന്നത് എത്രയാണ്? 21 ആണ്, 21 മാർക്കാണ്. പക്ഷേ ഈ ഒരു 21 മാർക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ പാസ്സാവുന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു 50 മാർക്കെങ്കിലും പ്രതീക്ഷിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ്സാവാനെങ്കിലും സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പ്രത്യേകം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. അതായത് 3 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എക്സാം എഴുതി പഠിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു പേപ്പറിൽ മെയിനായിട്ടും വരുന്നത് 4 സെക്ഷൻ ആയിട്ടാണ്. അതായത് സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ എയിൽ നമുക്ക് മെയിനായിട്ടും 15 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം 1 വേർഡ് ആണല്ലോ എന്ന് കരുതിയിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കരുത്. മെയിനായിട്ടും നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് എഴുതുക. നമുക്കിപ്പം എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അതിൽ എത്ര ക്വസ്റ്റ്യൻസ് എഴുതണം, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. നമുക്കിപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും ഒരുപാട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാൽ മതി. വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതാം. ഇപ്പം നെക്സ്റ്റ് നമുക്ക് പറയുന്നത് സെക്ഷൻ B ആണ്. സെക്ഷൻ Bയിൽ നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് 2 മാർക്കാണ് സെക്ഷൻ Bയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഉണ്ടായിരിക്കുക. അപ്പോൾ 2 മാർക്കിന് എത്രത്തോളം നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുമോ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെക്ഷൻ C ആണ്. സെക്ഷൻ Cയിൽ നമുക്ക് മെയിനായിട്ടും 12 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പം 5 മാർക്ക് അല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ സിമ്പിളാക്കി വിടരുത്. നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ 5 മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഒരു 1.5 പേജെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എഴുതിയിരിക്കണം മിനിമം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക. 5 മാർക്കാണെന്ന് കരുതി സിമ്പിളാക്കി വിടരുത്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണോ, എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. നമ്മൾ മാക്സിമം ടൈമും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ഒരു ആൻസർ എഴുതി കഴിയുമ്പോഴാണ് എല്ലാ ആൻസേഴ്സും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം മിനിമം ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതുന്ന രൂപത്തിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മളിപ്പം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി അറിയാവുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് പെന്ന് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യരുത് എന്നൊക്കെ ഓൾറെഡി പറയാറുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക. ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതാനും അതുപോലെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ D ആണ്. സെക്ഷൻ Dയിൽ നമുക്ക് മെയിനായിട്ടും 4 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം 4 ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എഴുതി കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇതെനിക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം മറ്റു ക്വസ്റ്റ്യൻ എഴുതരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ എഴുതുക.
അപ്പം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ഏതാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത്യാവശ്യം ഒരു 3 പേജ് അല്ലെങ്കിൽ ഒരു 4 പേജെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു 10 മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം കൂടുതൽ എഴുതാനുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവരുതല്ലോ. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ വരുന്ന അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം അത്തരത്തിലുള്ള നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുക. അതായത് പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ പെന്ന് വെച്ചോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴാണ് ഈ വാല്യുവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഇംപ്രസ് ആവത്തുള്ളൂ. അവർ ഈ പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നോക്കി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാനും ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാവരും എക്സാം എഴുതുക. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാത്ത രൂപത്തിൽ, നിങ്ങൾക്ക് ടെൻഷൻ ആവാത്ത രൂപത്തിൽ പ്രത്യേകം നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി പഠിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്